അപ്പോൾ നമ്മൾ ലാസ്റ്റ് സെഷനിൽ നമ്മൾ കോവാലൻ ബോണ്ട് ജസ്റ്റ് പറഞ്ഞു നിർത്തി, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് പറഞ്ഞു നിർത്തി. അപ്പോൾ നമുക്ക് കോവാലൻ ബോണ്ട് എന്നാണ് നോക്കാം. കോവാലൻ ബോണ്ടാണ് ഈ നെക്സ്റ്റ് വൺ. കോവാലൻ ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കാർബണിന് 4 ഇലക്ട്രോൺസ് ബാക്കിയുണ്ട്. അതായത് കാർബണിൻ്റെ വാലൻസ് ഇലക്ട്രോൺസ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ആണ് എന്ത്, വാലൻസ് ഇലക്ട്രോൺസ് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ വാലൻസ് ഇലക്ട്രോൺസ് 4 ഉണ്ട്. അപ്പോൾ ഈ 4 വാലൻസ് ഇലക്ട്രോൺസ് അപ്പോൾ അയാൾക്ക് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കണമല്ലോ കാർബണിന്. അപ്പോൾ കാർബൺ എന്ത് ചെയ്യും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കാർബൺ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 ഇലക്ട്രോൺസിനെ വേറെ എലമെൻ്റായിട്ട് ഷെയർ ചെയ്യും. ഓക്കെ, വേറെ എലമെൻ്റായിട്ട് ഷെയർ ചെയ്യും, കൊടുക്കുന്നില്ല. അതായത് ലോസ് ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ് അല്ല, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ, ഷെയർ ചെയ്യാണ്. ഷെയറിങ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് കൊടുക്കുകയല്ലോ, ഷെയറിങ് അല്ലേ, മനസ്സിലായ? അപ്പോൾ അതിനെയാണ് നമ്മൾ കോവാലൻ ബോണ്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എൻ്റെ ഒരു ബ്ലൂ പെൻസിലുണ്ട്, ലൈക്ക് ഇവൻ്റെ ഒരു പെന്നുണ്ട്. ഓക്കെ, ഇവൻ്റെ ഉള്ളത് പെന്നും എൻ്റെ പെൻസിലുമാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് പെന്നിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവനെനിക്ക് എൻ്റെ പെന്നെനിക്ക് തരും. ഇവന് പെൻസിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എൻ്റെ പെൻസിൽ ഞാൻ കുറച്ചെടുത്തേക്ക് അവന് കൊടുക്കും, മനസ്സിലായ? അങ്ങനെ. അപ്പോൾ ഈ പെന്നും നമ്മൾ ഷെയർ ചെയ്യല്ലേ, എനിക്ക് ആവശ്യമുള്ളത് അവൻ തന്നു, അവന് ആവശ്യമുള്ളത് ഞാൻ കൊടുത്തു, മനസ്സിലായ? അങ്ങനെ ഷെയറിങ് ഓഫ് സംതിങ്. ഓക്കെ, അതാണ്. അപ്പം ഇവിടെ നമ്മൾ എന്താ ഷെയർ ചെയ്യുന്നത്, ഇവിടെ ഇലക്ട്രോൺസിനെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ബോണ്ട്, അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാവുന്നത്, ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുകയാണ്. ശരിയല്ല, നമ്മളൊരു സംഭവം ഷെയർ ചെയ്യുമ്പോൾ ഒരു ബോണ്ട് ക്രിയേറ്റ് ആവുകയാണ് അല്ലേ. അപ്പം നമ്മൾ ഇലക്ട്രോൺസിന് ഷെയർ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ബോണ്ട്, ദാറ്റ് ഇസ് നോൺ ആസ് കോവാലൻ ബോണ്ട്. ഓക്കെ, അതാണ് എന്ത് കോവാലൻ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ബോണ്ട് ഫോംഡ് ബൈ ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് ഇസ് നോൺ ആസ് കോവാലൻ ബോണ്ട്. അതാണ് നമ്മുടെ കോവാലൻ ബോണ്ടിൻ്റെ ഡെഫിനേഷൻ. ഓക്കെ, ഇനി അത്രേ ഉള്ളൂ. ഇനി അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കും. ഇനി നമ്മുടെ കാർബൺ എന്ന് പറയുന്ന ആൾ ഒരിക്കലും അയോണിക് ബോണ്ട് ക്രിയേറ്റ് ആക്കില്ല. ഓക്കെ, അയോണിക് ബോണ്ട് ക്രിയേറ്റ് ആവില്ല. എന്തുകൊണ്ടാണ് അയോണിക് ബോണ്ട് നമ്മുടെ കാർബൺ ക്രിയേറ്റ് ആക്കാത്ത, എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളെ കാർബൺ എന്ന് പറയുന്ന ആൾ, നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ല 4 വാലൻസ് ഇലക്ട്രോൺസ് ആണ് കാർബണിനുള്ളത്. ഈ 4 ഇലക്ട്രോൺസിനെ ആർക്കും കൊടുക്കാനും പറ്റില്ല, എന്നാൽ പിന്നെ ആരെങ്കിലും തരുമോ, അതുമില്ല. 4 ഇലക്ട്രോൺസിനെ മേടിക്കാനും പറ്റത്തില്ല, മനസ്സിലായ? അപ്പോൾ അതുകൊണ്ടിട്ടാണ്, ഇപ്പോൾ കൊടുക്കുക വാങ്ങുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇലക്ട്രോൺസിനെ ലൂസ് ചെയ്യുക അല്ലെങ്കിൽ ഗെയിൻ ചെയ്താൽ മാത്രമേ എന്ത് സംഭവിക്കുകയുള്ളൂ, അയോണിക് ബോണ്ട് ഫോം ചെയ്യുള്ളൂ. അയോണിക് ബോണ്ട് എന്നുള്ള സംഭവം വരുന്നെങ്കിൽ ഇലക്ട്രോൺസിന് ലൈക്ക് ലൂസ് ഓർ ഗെയിൻ നടക്കണം. ഷെയറിങ് അല്ല, ലൂസ് ഓർ ഗെയിൻ ഓഫ് ഇലക്ട്രോൺസ്. കയ്യിലുള്ളത് ഒരാൾക്ക് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് മേടിക്കുക സ്വന്തമായിട്ട്. ഓക്കെ, അപ്പോൾ അത് ഈ പ്രോസസ്സിൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അയോണിക് ബോണ്ട് നമ്മുടെ കാർബണിൻ്റെ കേസിൽ വർക്കാവാത്തത്. പകരം കാർബണിന് എന്താ ഉള്ളത്, കാർബണിന് പകരമുള്ളതാണ് കോവാലൻ ബോണ്ട്, ഷെയറിങ് ഓഫ് ഇലക്ട്രോൺസിന് അവർ വേറെ ആൾക്ക് ഷെയർ ചെയ്യും. ഓക്കെ, അങ്ങനെ അതാണ് കാർബണിനുണ്ടാകുന്ന ബോണ്ട്. ഓക്കെ.